ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം ടാറ്റ മോട്ടോഴ്സ് വണ്ടികൾ, അതായത് മെയിനായിട്ട് കാറുകൾ ഉണ്ടാക്കി തുടങ്ങിയിട്ട് ഒരുപാട് കാലമായിട്ടില്ല. മെയിനായിട്ട് അവർ 90s തുടങ്ങിയത്. അതിന് മുന്നേ ശരിക്കും അതിന് ഒരുപാട് വർഷങ്ങൾ മുന്നേ തന്നെ അവർ ട്രക്കുകളും ലോറികളും അല്ലെങ്കിൽ മെയിനായിട്ട് കൊമേഴ്ഷ്യൽ വാഹനങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ടായിരുന്നു. പക്ഷേ 90s ആയപ്പോഴേക്കും നമ്മുടെ സിയറ വന്നു, എസ്റ്റേറ്റ് വന്നു, അങ്ങനെ ഒരുപാട് വാഹനങ്ങൾ വരുന്നുണ്ടായി. പിന്നെ അത് കഴിഞ്ഞ് 1998 അവർ ആദ്യത്തെ ഇൻഡിജിനിയസ് കാർ എന്ന് പറഞ്ഞ് ഇൻഡിക്കും പുറത്തിറക്കി. X1 പ്ലാറ്റ്ഫോമിലായിരുന്നു ആ വാഹനം വന്നിരുന്നത്. പക്ഷേ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തെങ്കിലും ഓവറോൾ സെയിൽസിൻ്റെ കാര്യത്തിൽ ടാറ്റയ്ക്ക് അങ്ങനെ ഒരുപാട് മുന്നിലെത്താൻ പറ്റിയില്ല. ഇന്ത്യക്ക് ആദ്യം ഇറക്കിയ സമയത്ത് ഭയങ്കര വലിയ ഹിറ്റായിരുന്നു. പക്ഷേ ആ വണ്ടിയുടെ റിലയബിലിറ്റി പ്രശ്നങ്ങളെല്ലാം കാരണം ഒരു 2-3 വർഷത്തേക്ക് മാത്രമേ അതിന് ആ സെയിൽസിൽ പ്രൊമനൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം പിന്നെയും ആ വണ്ടിയുടെയും സെയിൽസ് ഡൗൺ ആയി തുടങ്ങി. അത് കഴിഞ്ഞിട്ട് അവർ ഇറക്കിയിട്ടുള്ള ബാക്കി വാഹനങ്ങളെല്ലാം ഏകദേശം ഫ്ലോപ്പ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും അങ്ങനെ വലിയൊരു മാർക്കറ്റിൽ ഡോമിനൻസ് ഉണ്ടാക്കിയ വാഹനങ്ങളൊന്നും ആയിരുന്നില്ല. അവർ ഇൻഡിക്കയുടെ പുതിയ വേർഷനായിട്ടുള്ള വിസ്റ്റ ഇറക്കി. വിസ്റ്റ എന്ന് പറയുമ്പോൾ സെയിം X1 പ്ലാറ്റ്ഫോം തന്നെയായിരുന്നു, പക്ഷെ എന്നാൽ അത് കുറച്ചുകൂടെ മോഡിഫൈ ചെയ്തിട്ട് ഇറക്കിയ വാഹനമാണ്. അതും അധികം സക്സസ് ആയില്ല. അതിനുശേഷം പിന്നീട് നമ്മുടെ വിസ്റ്റ മോഡിഫൈ ചെയ്ത ഒരു ബോൾട്ട് എന്ന് പറഞ്ഞ പേരിൽ ഇറക്കി. അത് വിസ്റ്റയുടെ അത്രയും പോലും സക്സസ് ആയില്ല. ഇതിനൊക്കെ ശേഷമാണ് അവർ പിന്നെയും ഇൻഡിക്കയുടെ പ്ലാറ്റ്ഫോം തന്നെ കുറച്ചും കൂടെ മോഡിഫൈ ചെയ്തിട്ട് നമ്മുടെ ടിയാഗോ എന്ന് പറഞ്ഞ വാഹനം ഇറക്കിയത്. ആദ്യം സിക്ക എന്ന് പറഞ്ഞ പേരിലാണ് വണ്ടി വരാനിരുന്നത്. പക്ഷെ എന്നാലും 2016 ആ വണ്ടി ഇറക്കിയ സമയത്താണ് ടാറ്റയുടെ മൊത്തത്തിലുള്ള സെയിലിൽ വീണ്ടും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വന്നു തുടങ്ങിയത്. ടാറ്റയുടെ അവരുടെ ഡിസൈൻ ഫിലോസഫിയൊക്കെ മാറ്റി പുതിയൊരു ഡിസൈൻ ഫിലോസഫിയിലൊക്കെ പോയിട്ട് ഇറക്കിയൊരു വാഹനമാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഡിസൈൻ വളരെ നല്ലതായിരുന്നു. ഈവൻ ഇന്നെടുക്കുകയാണെങ്കിൽ പോലും ഈ 2016 മുതൽ 25 വരെയുള്ള കാലത്തിൽ ആ വാഹനത്തിന് ആകപ്പാടൊരു മെയിനായിട്ടുള്ള ഫേസ് ലിഫ്റ്റാണ് കിട്ടിയത്. ശരിക്കും 2 ഫേസ് ലിഫ്റ്റ് കിട്ടിയായിരുന്നു. ഒന്നിൽ അവർ ലൈറ്റും സംഭവങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്ത്, മറ്റൊന്നിനകത്ത് മൊത്തത്തിലുള്ള ഫ്രണ്ട് ഡിസൈൻ കുറച്ചൊക്കെ മാറ്റി. എന്തായാലും റിയർ ഡിസൈനൊക്കെ ഇപ്പോഴും ഏകദേശം സെയിം ആണ്. പക്ഷേ ഇപ്പോഴും ആ വാഹനം അങ്ങനെ കാണുമ്പോൾ നമുക്കൊരു ഔട്ട്ഡേറ്റഡ് ലുക്കൊന്നും തോന്നുന്നില്ല. അത് എപ്പോൾ ഇറങ്ങി 2016 ഇറങ്ങിയ വണ്ടിയാണെന്ന് ആലോചിക്കണം. അപ്പോൾ ആ സമയത്തുണ്ടായിരുന്ന ആ വാഹനത്തിൻ്റെ ഒരു ഡിസൈൻ മികവ് നമുക്ക് ആലോചിക്കാവുന്നുള്ളൂ. അതിനുശേഷമാണ് പിന്നെ 2017 നെക്സോൺ ഇറങ്ങുന്നത്. ടിയാഗോ തന്നെ അവർക്ക് അത്യാവശ്യം നല്ലൊരു സെയിൽസ് സക്സസ് ആ ഒരു സമയത്ത് ഉണ്ടാക്കി കൊടുത്തിരുന്നെങ്കിൽ നെക്സോൺ വന്നപ്പോഴേക്കും അത് കുറച്ചും കൂടെ നല്ലതായി എന്ന് തന്നെ നമുക്ക് പറയാം. 2017 നെക്സോൺ വന്ന സമയത്ത് ഒരുപാട് കോമ്പാക്ട് SUVs ഇവിടെ ഇല്ല. ബ്രസ ഉണ്ടായിരുന്നു, അതുപോലെ ഇക്കോ സ്പോർട്ട് ഉണ്ടായിരുന്നു, പിന്നെ ക്രെറ്റ, ഡസ്റ്റർ അങ്ങനത്തെ വാഹനങ്ങളൊക്കെ ഉള്ളത്. അതൊക്കെ പക്ഷേ അബോ 4 മീറ്റർ ആണ്. പക്ഷേ സബ് 4 മീറ്റർ വാഹനങ്ങളൊക്കെ ശരിക്കും ആ ഒരു സമയത്ത് ഇങ്ങനെ വന്നു തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. മെയിനായിട്ട് ആ സമയത്തെ ട്രെൻഡിങ് ആയിരുന്ന വാഹനം ബ്രസ ആയിരുന്നു. 2016 അത് വന്നത്. അത് കഴിഞ്ഞ് ജസ്റ്റ് ഒരു വർഷമായിട്ടുണ്ടായിരുന്നുള്ളൂ നമ്മുടെ നെക്സോൺ ഇറങ്ങിയപ്പം. സോ ബ്രസ ആയിട്ടായിരുന്നു ഈ വാഹനത്തിൻ്റെ ഒരു മെയിൻ കോമ്പറ്റീഷൻ. അത്രയും ആ സമയത്ത് പിടിച്ചതെന്ന് ചോദിച്ചാൽ ഇനീഷ്യലി ഒരു പുതിയ വണ്ടി എന്നുള്ള പേരിൽ നല്ല രീതിയിൽ വാഹനത്തിന് സക്സസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ നോക്കാനാണെങ്കിൽ 2018 ഫൈനാൻഷ്യൽ ഇയറിൽ, ഇത് ഫൈനാൻഷ്യൽ ഇയറിന് കണക്കാണ് കേട്ടോ പറയുന്നത്, അതായത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള കണക്കാണിത്. എന്തായാലും 27,547 വാഹനങ്ങളുടെ സെയിൽസ് 2018 ഫൈനാൻഷ്യൽ ഇയറിന് നെക്സോണിന് കിട്ടിയിട്ടുള്ളൂ. അത് കൈൻഡ് ഓഫ് കുറവാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ എന്നാലും വണ്ടി ജസ്റ്റ് ഇറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ പിന്നെ അത്രയൊക്കെ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് 19 വന്നപ്പോഴേക്കും സെയിൽസ് ഓൾമോസ്റ്റ് ഡബിളായി. 55,008 വാഹനത്തിനടുത്തോട്ട് വന്നു. 99.69% ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് 2020 ആയപ്പോഴേക്കും സെയിൽസ് കുറച്ച് കുറഞ്ഞു. നമുക്കറിയാം ആ സമയത്ത് കോവിഡൊക്കെ വന്നതാണ്. 43,260 വണ്ടികളുടെ സെയിൽസിലേക്ക് താഴ്ന്നു. 21.36% ഡീഗ്രോത്ത് റേറ്റ് ഉണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് 2020 നെക്സോൺ ആദ്യത്തെ ഫേസ് ലിഫ്റ്റ് കിട്ടുന്നത്. ആ സമയത്ത് സെയിൽ കുറഞ്ഞെങ്കിലും 21 22 നോക്കാനാണെങ്കിൽ സെയിൽസ് അത്യാവശ്യം നന്നായിട്ട് കൂടിയിട്ടുണ്ട്. 21 ഒരുപാട് കൂടിയിട്ടില്ല, 47.38% ഗ്രോത്ത് റേറ്റ് ഉള്ളൂ. പക്ഷേ 22, 23, 24 വരുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ സെയിൽസ് കൂടിയിട്ടുണ്ട്. ഈ 3 വർഷത്തെ അത്യാവശ്യം നല്ല രീതിയിലുള്ള സെയിൽസ് കിട്ടിയിട്ടുള്ള വാഹനം കൂടിയായിരുന്നു നെക്സോൺ. ശരിക്കും പീക്ക് സെയിൽസ് വന്നിട്ടുള്ളത് 2023 ഫൈനാൻഷ്യൽ ഇയറിലാണ്. 1,72,138. അതാണ് ടോപ്പ് ഫിഗർ. നമ്മൾ 22 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 38.68% ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. 24 ഫൈനാൻഷ്യൽ ഇയറും വലിയ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പറയാൻ മാത്രമുള്ള വ്യത്യാസമില്ല. 1,71,929 വാഹനങ്ങളുടെ സെയിൽസ് അപ്പോഴും ഉണ്ട്. ജസ്റ്റ് 200 വണ്ടികളെടുത്തുള്ള വ്യത്യാസമേ ഉള്ളൂ. 0.12% ഡീഗ്രോത്ത് റേറ്റും. ഇനി 2025 ഫൈനാൻഷ്യൽ ഇയർ എടുക്കാനാണെങ്കിൽ 1,46,723 ഇതിൽ കാണിക്കുന്നത്. പക്ഷേ അതിനെയും കൂടും, കാരണം ഫെബ്രുവരി വരെയുള്ള കണക്കേ വന്നിട്ടുള്ളൂ. ഇനിയിപ്പോൾ മാർച്ച് ഫുൾ സെയിൽസും കൂടെ കൂട്ടാനുണ്ട്. അത് കൂട്ടിയാലും പീക്ക് സെയിൽസിലേക്ക് പോകാൻ ചോദിച്ചാലില്ല, കാരണം ഏകദേശം ഒരു 14,000 വെച്ച് കൂട്ടിയാൽ തന്നെ 1,60,000 ആ റേഞ്ചിലേക്ക് കയറുള്ളൂ. അതും മറ്റേ 2 മാസങ്ങളിലെ മറ്റേ 2 ഫൈനാൻഷ്യൽ ഇയർ കണക്ക് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സ്റ്റിൽ കുറവ് തന്നെയാണ്. ശരിക്കും ടാറ്റ ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ ഉള്ള ആ ഒരു കണ്ടീഷനിലോട്ട് എത്താൻ സഹായിച്ച 2 വണ്ടികളാണ് ടിയാഗോയും നെക്സോണും. ഇന്നത്തേക്ക് 10 വർഷം മുന്നേ നമ്മളെടുത്ത് നോക്കാനാണെങ്കിൽ അങ്ങനെ വലിയൊരു സെയിൽസ് ഒന്നും ടാറ്റയ്ക്ക് ഉണ്ടായിരുന്നില്ല. അവരുടെ സർവീസ് സെൻറ്റേഴ്സും ഇങ്ങനെ ഓർഡറായിട്ടൊന്നും പൊയ്ക്കൊണ്ടിരിക്കുകയല്ലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ടാറ്റ ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അവർ വാഹനങ്ങൾ ഇഷ്ടംപോലെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. 2023 നെക്സോണിന് ഇതിനു മുന്നേ ഒരു ഫേസ് ലിഫ്റ്റ് കിട്ടുന്നത്. അതാണ് ലാസ്റ്റായിട്ട് കിട്ടിയ ഫേസ് ലിഫ്റ്റ്. പക്ഷേ അതൊരു വളരെ മേജർ ഫേസ് ലിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇന്നും അവർ ഈ വണ്ടി തന്നെയാണ് കൊണ്ടു നടക്കുന്നത്.
അതിൻ്റെ അകത്ത് വന്ന ശരിക്കും നമ്മളിപ്പോൾ കാണുന്ന ടാറ്റ വാഹനങ്ങളുടെ ഒരു തുടക്കം വരുന്ന 2023 വന്ന നെക്സോണിൻ്റെ ഫേസ് ലിഫ്റ്റിലാണ്. അതിപ്പോൾ കർവ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹാരിയർ സഫാരി ഫേസ് ലിഫ്റ്റ് ആയിക്കോട്ടെ, ഈവൻ പഞ്ച് EV ആയിക്കോട്ടെ, അങ്ങനത്തെ വാഹനങ്ങളൊക്കെ ഏകദേശം ആ ഒരു റൂട്ട്സിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഇനിയിപ്പം ടാറ്റയുടെ മറ്റ് വാഹനങ്ങളായ സിയറ വരുന്നുണ്ട്, അതുപോലെ അവിന്യ എന്ന് പറഞ്ഞ വാഹനം 2027, അതൊരു ബ്രാൻഡിങ് പോലെയാണ് ഇറക്കുന്നത്. ഇപ്പോൾ മഹീന്ദ്രയ്ക്ക് BE റേഞ്ചിലുള്ള വണ്ടിയിലുണ്ടല്ലോ, അതുപോലെ ആയിരിക്കും ടാറ്റയ്ക്ക് അവിന്യ എന്ന് പറഞ്ഞ ബ്രാൻഡ്. സോ അങ്ങനത്തെ വാഹനങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ ആയിട്ട് ടാറ്റ ഇനി ഇപ്പോൾ കുറച്ചും കൂടെ മുന്നിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്നാലും ഇപ്പോഴും നോക്കാനാണെങ്കിൽ ടാറ്റയുടെ ടോട്ടൽ സെയിൽസിൻ്റെ ഏകദേശം 1/3 കോൺട്രിബ്യൂഷൻ വരുന്ന നെക്സോണാണ്. ബാക്കി 1/3 കോൺട്രിബ്യൂഷൻ നിങ്ങൾക്ക് അറിയായിരിക്കും പഞ്ചിനാണ്. ഈ നെക്സോണിൻ്റെ സെയിൽ സത്യം പറഞ്ഞാൽ കുറയാൻ തുടങ്ങിയത് പഞ്ചിൻ്റെ സെയിൽ കൂടാൻ തുടങ്ങിയപ്പോഴാണ്. 2024 സ്റ്റാർട്ടിങ് മുതൽ ഓൾമോസ്റ്റ് 23 അവസാനം എന്ന് പറയാം, ഫൈനാൻഷ്യൽ ഇയർ അല്ല, കലണ്ടർ ഇയർ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ സമയം മുതലാണ് പഞ്ചിൻ്റെ സെയിൽ അങ്ങോട്ട് കയറി കൊളുത്തിയത്. അത്രയും കാലം വരെ 12,000 13,000 ആ റേഞ്ചിലൊക്കെ പഞ്ചിന് സെയിൽസ് കിട്ടാറുണ്ടായിരുന്നു. പക്ഷേ 24 ആയപ്പോഴേക്കും സെയിൽസ് നേരെ 17,000 15,000 18,000 19,000 വരെ മാക്സിമം പോയിട്ടുണ്ട്. ആൻഡ് 2024 കണക്കിൽ ശരിക്കും ഏറ്റവും കൂടുതൽ വിറ്റുപോയ വണ്ടി SUV അല്ല, ഏറ്റവും കൂടുതൽ വിറ്റുപോയ വണ്ടി തന്നെ പഞ്ചായിരുന്നു. അപ്പോൾ പിന്നെ അതിൽ നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ എത്ര കൺസിസ്റ്റൻ്റ് ആയിട്ടാണ് ടാറ്റ പഞ്ച് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത്. ഇപ്പോൾ പക്ഷേ നെക്സോൺ പതുക്കെ കയറി വരുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ മാസം സെയിൽസ് കണക്കെടുക്കുമ്പം പഞ്ചിനെ ഓവർടേക്ക് ചെയ്ത് ചെറുതായിട്ട് നെക്സോണിന് കയറി പോയിട്ടുണ്ട്. മിക്കവാറും പഞ്ചിൻ്റെ പ്രൊഡക്ഷൻ ഒരു ഇത്തിരി കുറച്ചായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ കയറി പോകേണ്ട കാര്യമില്ലായിരുന്നു. നെക്സോണിൻ്റെ പ്രൊഡക്ഷൻ പക്ഷേ ഈ പഞ്ചിൻ്റെ സെയിൽ കൂടിയപ്പോഴേക്കും ഏകദേശം 15,000 ആയിരുന്നത് അവർ 12,000-ലോട്ടൊക്കെ കുറച്ച് തുടങ്ങി. അതുകൊണ്ട് തന്നെ ഈ ഒരു സെഗ്മെൻറ്റിൽ ബാക്കി വാഹനങ്ങൾ കുറച്ചും കൂടെ ബെറ്റർ സെയിൽസും ക്യാപ്ചർ ചെയ്യാൻ തുടങ്ങി. പക്ഷേ എഗെയിൻ ടാറ്റയുടെ സ്വന്തം വാഹനങ്ങളിലാണ് അവർ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് പ്രോഫിറ്റ് പോകുന്നത് ഇപ്പോഴും ടാറ്റയിലോട്ട് തന്നെയായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. എന്നാലും നമ്മൾ ഓവറോൾ സെയിൽസ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്താണ് നെക്സോൺ താഴെ പോകാൻ തുടങ്ങിയത്. പക്ഷേ അങ്ങനെ നമുക്ക് കുറ്റം പറയാനൊന്നും പറ്റില്ല. ഇപ്പോഴും 10,000-ന് മുകളിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് സെയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനം തന്നെയാണ് നെക്സോൺ. അതിൽ രസം എന്താണെന്ന് വെച്ചാൽ ഈ 2 വണ്ടികൾ കഴിഞ്ഞാൽ പിന്നെ ടാറ്റയ്ക്ക് ഇഷ്ടംപോലെ വണ്ടികൾ വേറെയുണ്ട്. ടിഗോർ ഉണ്ട്, അൾട്രോസ് ഉണ്ട്, ഹാരിയർ സഫാരി തുടങ്ങിയ വാഹനങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇത് എല്ലാം കൂടെ ചേർത്തിട്ടാണ് ടാറ്റയുടെ ബാക്കി 1/3 സെയിൽസിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അവിടെയാണ് പ്രശ്നം വരുന്നത്. ഇനിയിപ്പം അൾട്രോസിൻ്റെ ഒക്കെ ഫേസ് ലിഫ്റ്റ് അവർ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇറക്കി കഴിഞ്ഞാലാണ് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരൂ എന്ന് പറയാൻ പറ്റുന്നത്. പക്ഷെ എന്നാലും ഹാച്ച് ബാക്കിനൊക്കെ ഇനിയിപ്പോൾ ടോട്ടൽ സെയിൽസിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഈവൻ കർവിനാണെങ്കിൽ പോലും അങ്ങനെ ഒരുപാട് അവരുടെ ഓവറോൾ സെയിൽസിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. 3,000-4,000 ഒക്കെ വെച്ച് കർവിന് ഇപ്പോഴും മിക്ക മാസങ്ങളിലും സെയിൽ കിട്ടുന്നുള്ളൂ. ഇനീഷ്യലി ഇറക്കിയ സമയത്ത് 5,000-നടുത്തൊക്കെ സെയിൽ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ പതുക്കെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. എനിവേ ഇതാണ് നമുക്കിപ്പോൾ നെക്സോണിനെ പറ്റി പറയാൻ പറ്റുന്നത്. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സസറീസോ ക്ലീനിങ് പ്രോഡക്ട്സോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടാഗ് ചെക്കൗട്ട് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ലഭിക്കുന്നതായിരിക്കും. പിന്നെ ടാറ്റ നെക്സോണിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻസിൽ പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.